ജാക്സൺ ചാൻ്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ്റെ അപ്പനും അപ്പൂപ്പനൊക്കെ ആയിട്ട് ജനിച്ചു വളർന്ന ഒരു ഭൂമിയാണിത്. ആ ഭൂമിയാണ് ഇപ്പോൾ കൈവിട്ട് പോകാൻ പോകുന്നത്. എന്താണ് പറയുക? അതായത് ഇപ്പം എനിക്ക് 62 വയസ്സായി. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇവിടെ ഇത് കണ്ടു വളർന്ന ആളാണ്. അപ്പോൾ എൻ്റെ അപ്പനും അപ്പൂപ്പനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒരു ഓടിട്ട വീടാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഓടിട്ട വീടാണ്. ആ കാണുന്ന ഒരു ഓടിട്ട വീട്. അപ്പോൾ അന്ന് അവരൊക്കെ മത്സ്യത്തൊഴിലാളികൾ തന്നെയായിരുന്നു. ആ കാലത്ത് അപ്പൂപ്പൻ്റെ ഒക്കെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടുകൾ കുറവായിരുന്നു, ഫിഷിംഗ് ബോട്ട്. ഇവിടെ എല്ലാവരും ഇപ്പോൾ വലിയ വലിയ ബോട്ടുകളൊക്കെ ആയി. അന്നത്തെ കാലത്ത് കൂടുതലും ഈ വഞ്ചിക്കാണ് കടലിൽ പോണത്. ഉപജീവനത്തിന് വേണ്ടിയിട്ട് വഞ്ചിക്കാണ് പോണത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് എൻ്റെ അപ്പനും അപ്പൻ്റെ അനിയനും അപ്പൂപ്പനും എല്ലാവരും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് ഞാനും ഈ ഇതിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ആയി വന്നതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇത് ഫറൂഖ് കോളേജുകാർ, കോഴിക്കോടുള്ളൊരു ഫറൂഖ് കോളേജുകാർ അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഇവിടെ കയറി വരികയും അന്ന് ഞാൻ കൊച്ചാണ്, ഈ കർണന്മാരായിട്ട് അവിടെ ഇവിടെ വിഷയമുണ്ടായി. അങ്ങനെ അവർക്ക് കേസായി, കോടതിയിൽ കേസുകളൊക്കെയാണ്. ഫറൂഖ് കോളേജിനെതിരെ ഇവിടെയുള്ള അന്ന് താമസക്കാരായ കുറച്ച് വീട്ടുകാരായിട്ട് ഉള്ള കേസായി പറൂരി. അപ്പോൾ കേസ് നടന്ന് കുറേ നാൾ കേസിന് വേണ്ടിയിട്ട് നടന്നു. ഇപ്പോൾ ഒരു റവന്യൂ കേസൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേസിന് ഇങ്ങനെ നടക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നടന്ന് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു. ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ടാണ് അന്ന് നിങ്ങൾ ഈ ഒരു ഭൂമി വാങ്ങി അല്ല വില കൊടുത്തു. അതിനുശേഷമുള്ള കാര്യമാണ് ഈ പറയാൻ പോണത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അവരായിട്ട് ഇതായി അവർ പറഞ്ഞ വില കൊടുത്ത്, അന്ന് ഫറൂഖ് കോളേജ് ആവശ്യപ്പെട്ട വില കൊടുത്ത് ഒരു സെൻറ്റിന് ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ട് അത്ര രൂപ കൊടുത്താണ് ഇവിടെയുള്ള ആൾ ഈ സ്ഥലം മേടിക്കണത്. അത് ഈ പട്ടിണിപ്പാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾ ഇത് വാങ്ങാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി. ഇവിടെയുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് വഞ്ചിയിൽ മത്സ്യബന്ധനത്തിന് പോവും, കുറേ പെണ്ണുങ്ങളാണെങ്കിൽ കടലിൽ കക്കവാരിയും ഇതൊക്കെ ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത്. അത് കഴിഞ്ഞ് ഈ ഭൂമി കിട്ടി, ആധാരം കിട്ടി. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് കുറച്ച് നാൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 22 കഴിഞ്ഞപ്പോൾ ഈ 2022 ഈ എൻ്റെ അനിയൻ്റെ മകൾക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള ഒരു ഇത് വന്നു, സാഹചര്യമുണ്ടായി പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഈ ആധാരം വെച്ച് പണം എടുത്തിട്ട് വേണം അതിന് പോകാനായിട്ട് 5-10 ലക്ഷം രൂപയോളം വേണം. അപ്പോൾ അവർ ചെന്ന് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും കൂടി ചെന്ന് ബാങ്കുകാരായിട്ട് സംസാരിച്ച് ആധാരം വെച്ച് പൈസ കൊടുക്കാനായിട്ടുള്ള തീരുമാനമായി. അപ്പോൾ ഈ കരടച്ച റെസീറ്റ് വേണം. അങ്ങനെ കരടക്കാൻ വേണ്ടിയിട്ട് അവനും അവൻ്റെ ഭാര്യയും കൂടി വില്ലേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഫറൂഖ് കോളേജല്ല, വഖഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവർ വന്നിട്ട് ഇത് തടഞ്ഞൊക്കെയാണ്, വഖഫിൻ്റെ ഭൂമിയാണെന്നാണ് പറയണതെന്ന് പറഞ്ഞു. അത് കാരണം ഇതെല്ലാം പെൻഡിങ് ആക്കിയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഇതറിയണത്. ഈ വഖഫ് എന്ന് പറയുന്ന ഈ ദുരന്തം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായ 600 വീടുകളുണ്ട്. ഇപ്പം 650 വീടുകളുണ്ട്. ഈ വീട്ടുകാരുടെ എല്ലാം മീതയിൽ വന്ന് ഇടുത്തി വരെ വന്ന് വീണക്കണ ഒരു മഹാദുരന്തമാണ് ഈ വഖഫ്. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം നമുക്ക് ഭയങ്കരമായിട്ട് ബാധിച്ച് ആ കൊച്ചിൻ്റെ പഠിപ്പ് അതുകൂടി പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. അത്രയും രൂപ മുടക്കിയിട്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെ അത് പോയി. അതേമാതിരി ഇവിടെ നമ്മുടെ പരിചയത്തിൽ തന്നെയുള്ള പല പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോരുത്തർ ചിലവരുടെ വീടുകളൊക്കെ ഒന്ന് പുതുക്കി പണിയാനായിട്ട്, മിക്കവരും ഈ പഴയ വീടുകളിലും ഓലപ്പുരകളിലൊക്കെ ആയിരുന്നു പണ്ട് തുടങ്ങി താമസിക്കണം. എന്തെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് വെച്ച് ഒന്ന് പുതുക്കി പണിയണം, അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു വാർക്ക വീട് വേണമെന്നൊക്കെ കരുതിയിരുന്ന മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയെങ്കിലും ഇത് പണിയാൻ വേണ്ടിയിട്ട് ബാങ്കുകളെ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളെയൊക്കെ സമീപിച്ചപ്പോൾ ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥയായി പോയി. കാരണം ഈ വില്ലേജിൽ നിന്നുള്ള കരോടൊക്കെ സീറ്റ് കിട്ടണില്ല. അവിടെ തഹസിൽദാർ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ എല്ലായിടത്തും അവർ ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വർഷമായിട്ട് ക്യാൻസർ രോഗിയാണ്. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം പൈസ ചികിത്സക്ക് ചിലവിന് വേണം. ഒരു മാസം ഒരു 10,000-ൽ താഴെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം എനിക്ക് വേണം. പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പോൾ അതിന് യാതൊരു നിവൃത്തിയില്ല. 2 വർഷമായിട്ട് ജോലിക്കൊന്നും പോകണില്ല. ഒരു മാർഗ്ഗമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് മക്കളുമില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. എൻ്റെ പേരിൽ തന്നെ ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ആധാരം വെച്ചിട്ട് അതിൻ്റെ ആധാരം കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചികിത്സക്ക് വേണ്ടിയിട്ട് ഇത്തിരി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാണ് ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്.
എന്നാലും അവിടെ ഈ കീമോൻ്റെ മരുന്ന് ചിലപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം കഴിക്കേണ്ട മരുന്നുകൾ തന്നെ ഒരു 8-9 രൂപയുടെ വേണം. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മുടെ അടുത്ത് മാർഗ്ഗമില്ലാത്തത് കൊണ്ട് നമ്മൾ പല ആൾക്കാരെയും സമീപിക്കേണ്ടി വരികയാണ്. ആദ്യം പറയുമ്പോൾ 25 സെൻറ്റ് ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ഓ അവൻ നല്ലൊരു ഇതുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ 25 സെൻറ്റ് ഉണ്ടെന്ന് പറയണതല്ലാണ്ട് ഒരു പൈസയുടെ ഒരു ഗുണമില്ലാത്ത വിധത്തിൽ അത്രയും ഒരു ദ്രോഹമാണ് ഇപ്പോൾ ഈ വഖഫ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് ഒന്നിനും ഇവിടെ ഉള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റണില്ല. മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. മത്സ്യത്തിൻ്റെ ദൗർബല്യം കാരണം മത്സ്യബന്ധനം വളരെ മോശം. ഈ താഴേക്കടലിൽ പോണ ഇടത്തരം ബോട്ടുകൾക്കാണെങ്കിൽ ചെമ്മീൻ കിട്ടണില്ല. ചെമ്മീൻ കിട്ടിയാൽ തന്നെ ഈ പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചെമ്മീൻ എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ആകെ ദുരിതത്തിലാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും മറ്റുള്ള എല്ലാ അനുബന്ധമായിട്ടുള്ള എല്ലാ തൊഴിലാളികളും. 650 വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിസ്സാരം പേര് മാത്രമേ മറ്റുള്ള ജോലിക്ക് പോകണുള്ളൂ. ബാക്കിയുള്ള ഭൂരിഭാഗം പേരും ഈ മത്സ്യബന്ധനമായിട്ട് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായിട്ട്. ഇപ്പോൾ അവിടെ ഒരു പീലിംഗ് ഷെഡ് ഉണ്ട്, അവിടെ പോയി ബാക്കിയുള്ള പെണ്ണുങ്ങൾ അവിടെ പോയി ജോലി ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവിടെയുള്ള ഈ കടപ്പുറം പ്രദേശത്തുള്ള ആൾക്കാർ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടെ വന്നേക്കണം. ഒരു കാര്യത്തിനും ഈ സ്ഥലമുണ്ടെന്ന് പറയുക അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനും എൻ്റെ കുടുംബവും. ചേച്ചിക്ക് ജോലിയുണ്ടോ? എനിക്ക് ജോലിയൊന്നുമില്ല. ഈ ജാക്സൻ്റെ വരവ് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പം ഈ വഖഫ് വന്നതോടുകൂടി ഞങ്ങൾക്ക് എന്തൊരു സമാധാനവും കൂടി ഇല്ലാണ്ടായി. രോഗത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്, അതിൻ്റെ ഒപ്പം നമുക്ക് കിടക്കാനൊരു ഭൂമിയില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഈ വഖഫിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ആണ് വിചാരിക്കുന്നത് എല്ലാവരും കൂടി. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ കേരളത്തിലെ നോക്കി പറയുകയാണെങ്കിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒക്കെ വോട്ടിന് വേണ്ടിയിട്ട് ഈ മുസ്ലിം ഭൂരിപക്ഷം ജനങ്ങൾ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ അവരായതിൻ്റെ പേരിൽ അവരുടെ സൈഡിലാണ് നിൽക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായ ഇപ്പോൾ കേന്ദ്രത്തിൽ BJP മാത്രമേ ഇപ്പോൾ ഈ ഒരു നിയമം കൊണ്ടുവരാൻ പോകണമെന്ന് അറിഞ്ഞതോടുകൂടി ഇവിടെ വന്ന് ഈ വോട്ട് ചോദിച്ച് വോട്ട് കൊടുത്ത ആളാണ് ഞങ്ങളെല്ലാവരും. വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഞങ്ങളോട് പറഞ്ഞാണ് ഇവിടെ നിങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും നിങ്ങളുടെ മുൻപന്തിയിലുണ്ടാവുമെന്ന് പറഞ്ഞു പോയ ആളാണ് കൈബീടൻ. പക്ഷേ ആ വ്യക്തി ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഇത് ചെയ്യാണ്. ഈ വഖഫ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുള്ള ആസ്തിയുള്ള ഒരു സംഭവമാണ് അവർ, അല്ലേ? അതായത് ഈ ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഈ റെയിൽവേയിലും കരസേനയുടെയും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്താണെന്നാണ് നമ്മൾ വാർത്തകളിലൂടെ അറിയണത്. അത്രയും അത് ലക്ഷക്കണക്കിന് കോടി രൂപ അവരുടെ കയ്യിലുണ്ട്. അവരെന്നിട്ട് ഈ ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറിയൊക്കെയാണ് ഇപ്പോൾ. അതായത് ഒരു ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ദുരന്തം സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു മാർഗ്ഗവുമില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടുത്തെ ഗവൺമെൻറ്റിനോടായാലും ഏത് പാർട്ടിക്കാരോടായാലും ഞങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടത്തുള്ള മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന വെച്ചാണ് അതിനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഇവിടെ തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി എൻ്റെ അനിയൻ ബോട്ടിൽ പോയി വെച്ചിട്ടാണ് ഒരു 2 ആഴ്ചക്ക് മുമ്പ് കടലിൽ വെച്ച് അവൻ്റെ കൈമേൽ സ്ക്രൂ ഡ്രൈവർ കയറിയിട്ട് അവൻ്റെ വിരലിപ്പം മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നു. കാരണം ബോട്ട് മംഗലാപുരം പോലെ പുറത്തായിരുന്നു അന്ന് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന വെച്ചത്. അവിടെ നിന്ന് ഈ ബോട്ട് ഇവിടെ കരക്കെത്തിയപ്പോഴേക്കും 4 ദിവസം എത്തി. അപ്പോഴേക്കും അവന് ഷുഗർ കൂടി കൈ ഇൻഫെക്ഷനായി ആകെ പ്രശ്നമായിട്ട് ആദ്യം ഇവിടെ മാഞ്ഞാലിയിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ചാലാക്കൽ മെഡിക്കൽ കോളേജ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും കൂടി സൗകര്യമായിട്ട് പോകാനായിട്ട് എറണാകുളം ഉള്ളതെന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയേക്കണത് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും, അങ്ങനെ ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കണതിൻ്റെ പേരിൽ ഇവിടെ നടക്കില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറയും. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ എവിടെ നിന്നെങ്കിലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റുമായിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഏത് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തിരുവനന്തപുരത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വരെ പോകാനായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ തയ്യാറായി. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ 2-3 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ തള്ളവിരൽ പോയി. കാരണം അവൻ്റെ വിരൽ മുറിച്ച് കളയേണ്ടി വന്നു.
അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇനി. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം കടന്ന് അവർ കഷ്ടപ്പെടുകയാണ്. 5 പൈസ കയ്യിലില്ലാഞ്ഞിട്ട് ആകെ കടന്ന് വിഷമിക്കുന്നൊരവസ്ഥ. അതായത് അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ പല ആൾക്കാർക്കും രോഗം വന്നാലും എന്ത് ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സഹായത്തിന് യാതൊരു മാർഗവും ഇല്ല. അതിനൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ബാങ്കുകളിലൊക്കെ സമീപിച്ചിട്ട് വല്ല ലോൺ എടുക്കുക മറ്റുള്ള എല്ലാം ചെയ്തിരുന്നത്. അതൊക്കെ ഈ ആധാരം വെച്ചൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അതെല്ലാം നിർത്തിയതുകൂടി ഇപ്പോൾ നിന്നതുകൂടി ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിന് ശക്തമായിട്ട് ഇവിടെയുള്ള ഇത്തരം ജനങ്ങൾക്ക് കൂടെ നിൽക്കണമെന്നാണ് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ വോട്ട് നേടിപ്പോയ ഹൈബീഡനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹൈബീഡനോട് പറയാനുള്ളതും ഇത് തന്നെയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുക. കാരണം ഞങ്ങൾക്ക് വേറെ ജീവിതമാർഗ്ഗമൊന്നുമില്ല. ഇവിടെ 1-2 പേര് മാത്രമേ ഇത്തിരി കുറച്ചെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇതുള്ളൂ. വേറെ ഗവൺമെൻറ് ജോലിയുള്ളവരും കാര്യമായിട്ട് ഇവിടെ ഇല്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇതേപോലെ തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണവരാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇങ്ങനെയുള്ള രീതിയിലുള്ള കളിക്കല്ലേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.